ഹലോ, എന്നൊക്കെയുണ്ട്? ബാംഗ്ലൂർ പോവാത്ത മലയാളികൾ പൊതുവെ കുറവായിരിക്കും അല്ലേ? ഞാനാണെങ്കിലേ എൻ്റെ ചേട്ടായുടെ അടുത്ത് വരെ പോവാട്ടോ. വൈറ്റ്ലേന്നായിരുന്നേ ബസ്. ഈ ഗ്രീൻ ബേർഡിനാട്ടോ ഞങ്ങള് ബാംഗ്ലൂർക്ക് പോയത്. നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ നടന്ന് പതുക്കെ എൻ്റെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് ചുമ്മാ അവിടെ കുറച്ചേരം ഇരുന്നേ. കൃത്യം രാത്രി 8 മണിയായപ്പോഴത്തേനും വണ്ടി എടുത്തേ. അങ്ങനെ ഞാൻ സീറ്റിൽ ഇരിക്കുമ്പോഴാട്ടോ ഇത് കാണുന്നത്. ഒരു ചെറിയ സ്നാക്ക് പാക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നേ. അതിനകത്തുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞ് കുറച്ചു നേരം ഫോണൊക്കെ തോണ്ടിയിട്ട് ഞാൻ കയറി കിടന്ന് ഉറങ്ങിയേ. പിന്നെ ഏകദേശം ഒരു 12 മണിയായി കാണും. അപ്പത്തേനും ബസ്സിലെ ചേട്ടന്മാർ വന്ന് വിളിച്ചേ. ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞിട്ടെ. സ്ഥലം കഞ്ചിക്കോടായിരുന്നു കേട്ടോ. ഇതാട്ടോ ചേട്ടന്മാർ നമ്മുടെ ബസ്സിലെ. എല്ലാവരും നല്ല ചിൽ മൈൻഡ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് പിന്നെ അവർ മേടിച്ച ചിപ്സ് എനിക്കും തന്നു കേട്ടോ. ഞാൻ അതും കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് പതുക്കെ അവിടെ നിന്ന് പോന്നേ. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേനും ഞങ്ങൾ മടിവാള എത്തി കേട്ടോ. നല്ലൊരു തണുത്ത ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരു യൂബർ എടുത്ത് ചെടിയുടെ റൂമിലോട്ട് പോയേ. ചെന്നേച്ച് ഞാൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് 8 എന്നപ്പോഴത്തേനും ചേച്ചിയും എൻ്റെ അനിയത്തിയും കൂടി ആണെങ്കിൽ ഫുഡ് ഉണ്ടാക്കുമായിരുന്നേ. അപ്പം ഞാനും ഒരു കൈ വെച്ചേക്കാന്ന് ഓർത്ത് ചുമ്മാ 2 അപ്പം ഇട്ട് കറക്കിയേ. അപ്പം കുളമായി കേട്ടോ. പിന്നെ ഞാൻ വാവയുടെ അടുത്ത് വന്ന് കളിച്ചോണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ശരിക്കും കുഞ്ഞു പിള്ളേരുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും നമ്മളും കുഞ്ഞു പിള്ളേരെ പോലെ ആയി പോകും അല്ലേ? ഞങ്ങൾ കുറേ നേരം കളിച്ചുകൊണ്ടിരുന്നേ അവിടെ. അതിൻ്റെ ഇടയ്ക്ക് അവൾ എനിക്കിട്ട് കളിപ്പാട്ടം വെച്ച് മോന്തയ്ക്ക് ഒരെണ്ണം തന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു. ആളിരിക്കുന്നത് നോക്കിയേ, ഫുഡ് കഴിക്കാനുള്ള ഇരിപ്പാട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും വന്നെങ്കിൽ ഞാൻ അവിടുന്ന് പുറത്ത് പോകുന്നേ. അപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ. ഇവിടെ എപ്പോഴും ഇത് പതിവാണോന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു തണുത്ത കാറ്റാട്ടോ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. ഞാൻ മാത്രമേ കയ്യിലും കൂടെ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഷോർട്സോ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആട്ടോ ഇട്ടേക്കുന്നത്. ഞങ്ങൾ ചെന്ന ദിവസമായിരുന്നെങ്കിൽ ചേട്ടായിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നേ. അതുകൊണ്ടാട്ടോ ചേട്ടായിക്ക് കൂട്ടാൻ വരാൻ പറ്റാതിരുന്നേ. പിന്നെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസം കൂടെ ആയിരുന്നു. എന്താണെന്നല്ലേ, ചേട്ടായുടെയും ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. കേക്കിന്റെ സൈഡ് നോക്കണ്ട കേട്ടോ. അത് ഞാൻ പൊളിച്ചപ്പത്തേനും വന്നെങ്കിൽ ഈ സൈഡിലത്തെ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ വിട്ടുപോകുന്നു. പിന്നെ ഞാൻ തന്നെ അത് നക്കി തിന്നേ. കേക്ക് മേടിച്ച കാര്യമാണെങ്കിൽ ചേട്ടായോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടായിക്ക് ഒരു സർപ്രൈസായി. ഞങ്ങൾ അടിപൊളിയായിട്ട് ചേട്ടായുടെയും ചേച്ചിയുടെയും ആനിവേഴ്സറി അടിച്ചു പൊളിച്ചേ. ബാംഗ്ലൂരിലാണെങ്കിലേ ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവാട്ടോ. ഇവിടെ വന്നേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാട്ടോ. ഞങ്ങളെ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് പോകാനുള്ള പരിപാടിയാട്ടോ. ഷോപ്പിംഗ് തുടങ്ങുന്നതിന് മുന്നേ രാവിലെ വയറിനെ സംതൃപ്തിപ്പെടുത്താൻ ഓർത്ത് കേട്ടോ. ഞങ്ങളിത് ഈ ഹോട്ടലിലാട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. ഞാനാണെങ്കിൽ ഗീ പൊടി മസാല ദോശ മേടിച്ചു കേട്ടോ. നല്ലതായിരുന്നേ. അത് കഴിഞ്ഞ് നേരെ പോയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ടാട്ടോ. ഉച്ച സമയമായിരുന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി പറഞ്ഞത് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ മറ്റേ കൂട്ടിയിടിച്ച ആൾക്കാർ പോകുന്നതെന്നാ. പിന്നെ ആണെങ്കിൽ കുറെ കടയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയേ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്തേ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ അടുത്ത് തന്നെയുള്ളൊരു പള്ളിയിൽ പോയേ. അവിടെ ആയിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. ശനിയാഴ്ച ആയിരുന്നുകൊണ്ടാന്ന് തോന്നുന്നു. അവിടെ ആണെങ്കിൽ മാതാവിന്റെ നൊവേന ഉണ്ടായിരുന്നു. അതാന്ന് തോന്നുന്നു ഇത്ര തിരക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലും കൂടെ പോയി. നല്ല തിരക്കായിരുന്നു കേട്ടോ ചർച്ച് സ്ട്രീറ്റിലാകെ. എവിടെ തിരിഞ്ഞു നോക്കിയാലും പാട്ടും ബഹളവും. ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ. വീക്കെൻഡ് അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഷോപ്പിങ്ങിന് പോയേ. പോകുന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കമ്മണഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ പോയത്. ഇതിങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ അവിടുന്ന് രാവിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേനും പിന്നെയും പോയി ഫുഡ് കഴിച്ചേ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ഒരു മലയാളി ഹോട്ടലിൽ നിന്നാട്ടോ. ആറ്റുതീരം എന്നായിരുന്നു ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഞാൻ വായിച്ചു വന്നപ്പോൾ വേറെയായി. അത് കഴിഞ്ഞ് ചേട്ടായിയാണ് പറഞ്ഞു തന്നത് ഇതിൻ്റെ ഹോട്ടലിൻ്റെ പേര് ആറ്റുതീരം എന്നാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ തിരിച്ച് പോരാനുള്ള ഒരുക്കായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി ഇതായിരുന്നു കേട്ടോ ബസ്. ദിവാളയിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ ബസ്. നല്ലൊരു അടിപൊളി വണ്ടി തന്നെയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ നേരെ കയറിയപ്പോൾ തന്നെ ആണെങ്കിൽ കയറിപ്പോയി കടന്നേ. ഇത് കണ്ടോ, ഇവിടെ ടിവിയും അതുപോലെ തന്നെ നമുക്കൊരു ഹെഡ്സെറ്റ് ഒക്കെ അവൈലബിൾ ആട്ടോ ഈ ബസ്സിൽ. പിന്നെ ആണെങ്കിൽ ചേട്ടായോടും വാവയോടും ചേച്ചിയോടും ഒക്കെ സങ്കടത്തോടു കൂടി ആണെങ്കിലും ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നേ. പിന്നെ ഞാൻ കുറച്ച് നേരം ഞാൻ പ്രകാശൻ ഇരുന്ന് കണ്ടു കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെയാണല്ലേ അത്. അത് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. രാവിലെ കൃത്യം 5:30 ആയപ്പോഴത്തേനും വൈറ്റ്ലേ വന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോഴത്തേനും ഏകദേശം 6:30 ആയി. ഇത് കണ്ടോ, സൂര്യൻ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ ഇറക്കിയാലൊന്ന് പോയി കിടക്കട്ടെ. ബായ്.